ബ്രസീലിൻ്റെ പുതിയ താരോദയം എൻട്രിക്ക് അദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി ഉള്ള ഒരു വീഡിയോ എല്ലാവരും ഇപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഒരു റീൽസ് എൻട്രിക്കിനോട് ഇപ്പോൾ നമ്മൾ കാണലുണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്, അതേമാതിരി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. ഈ ഇന്ന ആളാണോ ബെറ്റർ, ഇപ്പോൾ മെസ്സി റൊണാൾഡോ ഇതിലേതാണ് താങ്കൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടം നല്ല പ്ലെയർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുമല്ലോ രണ്ടാളെ വെച്ചിട്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ രണ്ടാളെ വെച്ച് കമ്പയർ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അവസാനം നെയ്മറാണോ ഹാളണ്ടാണോ ബെറ്റർ എന്ന് ചോദിച്ച് എൻട്രിക്കിനോട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹാളണ്ടാണോ വലുത് ചോദിച്ചപ്പോൾ അദ്ദേഹം നെയ്മറിനെ സെലക്ട് ചെയ്തു. അതിന് ശേഷം നെയ്മറാണോ ബെല്ലിംഗാമാണോ ബെറ്റർ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ബെല്ലിംഗാമിനെ തിരഞ്ഞെടുത്ത്. ഈ ഒരു വീഡിയോ അദ്ദേഹം പറഞ്ഞ ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളാണ് എൻട്രിക്കിൻ്റെ നേരെ ഫുട്ബോളിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ടുള്ള കമൻറ്റ് ബോക്സിലും അങ്ങനെ പല വീഡിയോകളിലുമായിട്ടൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. കാരണം നെയ്മറെക്കാട്ടിലും എന്ത് യോഗ്യതയാണ് ബെല്ലിംഗാമിന് നിലവിലുള്ളത് എന്നുള്ള ചോദ്യമാണ്. നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും നെയ്മർ അവിടെ കിടക്കുന്നു, ബെല്ലിംഗാം അവിടെ കിടക്കുന്നു. ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, ഇതിൻ്റെ ഒക്കെ പുറത്ത് എൻട്രിക്ക് കാരണം ബ്രസീലിൻ്റെ പ്ലെയറാണ്. അതിൻ്റെ ഒക്കെ പുറത്തൊരു പുതിയ പ്ലെയറാണ്. അതേമാതിരി നെയ്മർ ഇനി ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ നെയ്മറിൻ്റെ ഒപ്പം കളിക്കേണ്ട ഒരാൾ കൂടിയാണ്. അതേമാതിരി നെയ്മറാണെങ്കിൽ നിലവിൽ ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണെന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഏക വ്യക്തിയാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ നിലവിൽ പറയാം. റീസെൻ്റ്ലി ബ്രസീൽ കളിച്ച കളികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രസീൽ എന്താ പറയുക, ടീമിൻ്റെ ഇപ്പോഴത്തെ നെയ്മറില്ലാത്ത ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിൽ നെയ്മർ തന്നെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നെയ്മറില്ലെങ്കിൽ ആ ടീമില്ല എന്ന് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ബ്രസീലിന് വേണ്ടിയിട്ട് ഗോൾ അടിച്ച താരങ്ങളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ മുൻപന്തിയിലുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ലോകോത്തര താരങ്ങളായ മെസ്സി റൊണാൾഡോ ഇവരുടെയൊക്കെ കൂടെ എന്നും നമ്മൾ വായിക്കുന്ന ഒരു താരമാണ് നെയ്മർ. ഈ ഒരു താരവും ബെല്ലിംഗാമിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബ്രസീലിൽ ജനിച്ച് വളർന്ന, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുപ്പായിട്ട് കളിക്കാൻ അരങ്ങേറിയ എൻട്രിക്കിന് എങ്ങനെയാണ് നെയ്മറിനെ ഒഴിവാക്കിയിട്ട് ബെല്ലിംഗാമിനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരി തന്നെയാണ്. നെയ്മറിൻ്റെ ഏത് ഭാഗത്താണ് നെയ്മറിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും നെയ്മറിനെക്കാട്ടിലും ബെല്ലിംഗാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു അല്ലേ. മാത്രമല്ല ബ്രസീലിൻ്റെ താരം കൂടി ആകുമ്പോൾ ഒരിക്കലും ഫാൻസിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വന്ന് തുടങ്ങിയ അന്ന് മുതൽ ഒരുപാട് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും ഉണ്ടായി. അതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം തന്നെയാണ്. ഭയങ്കര സംസാരകരം എന്തൊക്കെ പറയുന്നു. ഇപ്പോൾ ബ്രസീലിന് വേണ്ടി കളിക്കുന്നതിന് മുന്നേ, റയലിന് വേണ്ടി കളിക്കുന്നതിന് മുന്നൊക്കെ ഭയങ്കര സംസാരകരം, ഓവറായിട്ടുള്ളൊരു പരിപാടി. പക്ഷെ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഇതുവരെ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. റയലിന് വേണ്ടിയിട്ടും കണ്ടിട്ടില്ല, അതുമാതിരി ബ്രസീലിന് വേണ്ടിയിട്ടും കണ്ടിട്ടില്ല. തപ്പിപ്പിടിച്ചിങ്ങനെ ഒരുപാട് നമ്മളെ പലരും അദ്ദേഹത്തെ വിളിക്കുന്നത് ഇപ്പോൾ ജൂനിയർ എന്താ പറയുക ലുക്കാക്കു എന്നാണ്. ഒരു തട്ടിത്തടവുള്ള ഒരു പ്ലെയർ, ഒരു ഫിനിഷിംഗ് ഇല്ല, ഒരു തട്ടിത്തടഞ്ഞുകൊണ്ടൊരു പ്ലെയർ, പന്തൊന്നും ഒരു കാലുമ്പോൾ നിൽക്കാത്തൊരു പ്ലെയർമാർ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരമാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വലിയ പ്ലെയർമാർ ഉള്ള സംസാരം. ഇപ്പോൾ കളിക്കളത്തേക്ക് പറഞ്ഞിട്ടുള്ളൂ. കളിക്കാലത്തേക്ക് പറഞ്ഞ് മീൻസ് ബ്രസീലിൻ്റെ ജേഴ്സി, റയലിൻ്റെ ജേഴ്സി ഒക്കെ പെട്ട് തുടങ്ങിയിട്ടുള്ളൂ, ആളുകൾ അറിയാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പത്തിന് വലിയ രീതിയിലുള്ള സംസാരം, ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അല്ലേ, ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബ്രസീൽ ഫാൻസിനൊന്നും തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് 100% സത്യമാണ്. നെയ്മറിനെ പോലുള്ള താരത്തോട് നെയ്മറുമായിട്ടൊക്കെ ബെല്ലിംഗാമിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് യോഗ്യതയുള്ളതെന്നൊക്കെ ആൾക്കാർ ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോൾ ഭയങ്കര വിവാദമായിരിക്കണം ഈ ഒരു വീഡിയോ. സംഭവം ഇങ്ങനെ ഓരോന്ന് കമ്പയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര വിവാദമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി കണ്ട് അതിന് ആരാന്നൊക്കെ ചോദിക്കേണ്ട ഓരോരുത്തർ. നെയ്മറുമായിട്ട് കമ്പയർ ചെയ്യാൻ ബെല്ലിംഗാമിന് എന്ത് യോഗ്യതയുള്ളത്, എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ, ഫുട്ബോളിൽ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ, നെയ്മറിൻ്റെ സ്റ്റാറ്റസ് എനിക്കറിയോ, നെയ്മറിൻ്റെ കളി കണ്ടുക്കണോ, നെയ്മർ എൻ്റെ മാതിരി ഇന്നലെ ഞാൻ പന്ത് കളി തുടങ്ങിയതല്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണാനുണ്ട്. ഏതായാലും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതായിരിക്കാം. എങ്കിലും ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നെയ്മർ ഇഷ്ടപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് ഒരു വിവരമുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യൂല. പിന്നെ പല ആൾക്കാരുടെ അഭിപ്രായം എന്താണ്, അദ്ദേഹം റയലിലേക്ക് വന്നിരിക്കുകയാണ്. എൻട്രിക്ക് റയലിലേക്ക് വന്നിട്ട് അവിടെയുള്ള സഹതാരമാണ് ബെല്ലിംഗാം. അവിടെ റയലുമായിട്ടും അതുപോലെ ബെല്ലിംഗാമുമായിട്ടുള്ളൊരു സൗഹൃദം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിന് ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊലിപ്പിച്ചാന്നൊക്കെ പറയില്ല, ഓരോന്ന് സുഖിപ്പിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ പച്ച മലയാളത്തിൽ. ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ബെല്ലിംഗാമിനെ അപ്പോൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കാട്ടിലും വലുതൊന്നല്ലല്ലോ. ഇപ്പോൾ ബ്രസീലിൻ്റെ ജേഴ്സി ടീമാണെന്നുണ്ടെങ്കിൽ നെയ്മർ ഉണ്ടാവും,
സ്വന്തം നാടാണ് ബ്രസീൽ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട താരത്തെ തള്ളിപ്പറയുന്നത് അത്ര ശരിയായ രീതിയല്ല എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് ഇത്ര വിമർശനങ്ങൾ വന്നത്. ഏതായാലും ആളത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആകെ പെട്ടുകയാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര സംസാരവും ആറ്റിറ്റ്യൂഡും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനനുസരിച്ച് പെർഫോമൻസ് ഇതുവരെ കണ്ടിട്ടില്ല. വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കുക. ഏതായാലും 2, 3, 4, 5 മത്സരങ്ങൾ കൊണ്ടല്ലല്ലോ ഒരു പ്ലെയറെ നമ്മൾ വിലയിരുത്തേണ്ടതില്ലേ. വരും ദിവസങ്ങളിൽ നല്ല മത്സരങ്ങൾ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുക. കളിച്ച് കാണിക്കണം, അതാണ് പരിപാടി. കളിച്ച് കാണിക്കണം നമ്മളെ നെയ്മറിൻ്റെ മാതിരി. അപ്പോഴാണ് ലെവൽ മാറൽ. അപ്പം ഇനി ഏറ്റവും നല്ലൊരു ക്ലബ്ബൊക്കെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത് റയലിലേക്കാണെങ്കിൽ ആൾറെഡി ഇഷ്ടംപോലെ പ്ലേയേഴ്സ് മുൻനിരയിലുണ്ട്. റോഡ്രിഗോ, വിനീഷ്യസ്, ബെല്ലിംഗാം, അവസാനം എംബാപ്പയും വന്ന് അതിക്കാണ് ഇനി എൻട്രിക്കിൻ്റെ വരവ്. മറ്റേ ജെയിംസ് റോഡ്രിഗസിൻ്റെ മാതിരി സ്ഥിരമായിട്ട് ബെഞ്ച് മേൽക്കേണ്ട അവസ്ഥ വന്നാൽ അതിനിപ്പോൾ ഇനി എൻട്രിക്കിന് നല്ല വേറെ ഏതും താരത്തിനും വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടതന്നെ വേഗം ക്ലബ്ബിൽ നിന്ന് പോകാൻ നല്ലത്. ജെയിംസ് റോഡ്രിഗസിൻ്റെ കരിയർ പോയത് കൊണ്ടല്ലേ ഇപ്പോൾ കഴിഞ്ഞ കോപ്പിയിലൊന്നും ഫോമായി, പിന്നെ വലിയ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടലില്ല. നല്ല ഫോമായി നിൽക്കുന്ന സമയത്ത് റയലിലേക്ക് പോയി, പിന്നെ ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അതിലും വലിയ പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതേമാതിരി ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ വന്നു വരികയാണെങ്കിൽ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച, ഇങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആകെ വെട്ടുകയാണ്. ബെല്ലിംഗാമിനെ തിരഞ്ഞെടുത്ത് എന്ത് യോഗ്യതയാണ് ബെല്ലിംഗാമിന് നെയ്മറെക്കാട്ടിലുള്ളത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരിക്കലും ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കമ്പാരിസൺ ആയിപ്പോയി, അത് ഒരു മറുപടി ആയിപ്പോയി അത്.